നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും PSC പ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നും പദശുദ്ധിയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ പദശുദ്ധി ഓരോന്ന് ക്ലാസിഫൈ ചെയ്ത് നമ്മൾ പഠിക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ ദിവസം നമ്മൾ അടിമത്തം എങ്ങനെയാണ് അതായത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇപ്പം എന്താണ് തം വരുന്ന കുറേ വാക്കുകൾ പഠിച്ചല്ലേ. പിന്നെ ത്വം വരുന്നത് മഹത്വം, തത്വം, അതൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് പഠിച്ചു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു 3 സെറ്റായിട്ടുള്ള കുറച്ച് വാക്കുകളാണ്. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം എന്താണ് അനിശ്ചിതം. അനിശ്ചിതം, അന്തശ്ചിത്രം, ഇത് നോക്കിയേ, അനിശ്ചിതം, അന്തശ്ചിത്രം. പിന്നെ ആശ്ചര്യം, ആശ്ചര്യം, പാശ്ചാത്യം, പുനശ്ചിന്ത, പശ്ചാത്തലം, പശ്ചാത്താപം, പ്രായച്ചിത്തം, പുനഃചിന്തനം, പുനഃചിന്തനം, ഹരിചന്ദ്രൻ, ദുശ്ചിന്ത, വൃശ്ചികം. ഇത്രയും വാക്കുകൾ നമുക്ക് ഒരു സെറ്റായിട്ട് പഠിക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ പുനശ്ചിന്തനം, പുനശ്ചിന്തനം എങ്ങനെയാണ് പിരിക്കുക? പുനശ്ചിന്തനം, പുന അധികം ചിന്തനം, പുനശ്ചിന്തനം. ഇപ്പോൾ ഇങ്ങനെയുള്ള വാക്കുകളിൽ എന്താണ് നമുക്ക് പദശുദ്ധിയിൽ തരുമ്പോൾ തെറ്റ് വരാൻ സാധ്യത എന്ന് പറയുന്നത്? ഇപ്പോൾ അനിശ്ചിതം എന്നുള്ളതിന് എന്ത് തരും? ഇങ്ങനെ തരും, അനിശ്ചിതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് ഇങ്ങനെയുള്ള കുറേ വാക്കുകൾ അല്ലേ, അച്ഛൻ, ഇച്ഛ. അപ്പോൾ അനിശ്ചിതം ഇങ്ങനെ തരും, ഇത് തെറ്റാണ്, കറക്റ്റ് ആയിട്ടുള്ളത് ഇങ്ങനെയാണ്. അപ്പോൾ ഈ കുറച്ച് വാക്കുകളിൽ ഏറ്റവും കൂടുതൽ തെറ്റിക്കുന്നത് ഈ ഒരു ഇച്ഛ എന്നുള്ള ഈ ഒരു ഇതായിരിക്കും. പക്ഷെ അതല്ല കറക്റ്റ് ആയിട്ടുള്ളത്, ഇതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അത് വേണം പഠിക്കാനായിട്ട്. അപ്പോൾ ഒന്നും കൂടി നോക്കാം. അത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ എഴുതി തന്നെ പഠിക്കുക, എഴുതിയെടുക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ ഏതൊക്കെയാണ് വാക്കുകൾ? അനിശ്ചിതം, അന്തശ്ചിദ്രം, അന്തശ്ചിദ്രം, ആശ്ചര്യം, പാശ്ചാത്യം, പുനശ്ചിന്ത, പശ്ചാത്തലം, പശ്ചാത്താപം, പശ്ചാത്തലം, പശ്ചാത്താപം, പ്രായച്ചിത്തം, പിന്നെ പുനഃചിന്തനം, ഹരിചന്ദ്രൻ, ഹരിചന്ദ്രൻ, ദുശ്ചിന്ത, വൃശ്ചികം, ഹരിചന്ദ്രൻ, ദുശ്ചിന്ത, വൃശ്ചികം. ഇനി അടുത്ത സെറ്റിലേക്ക് പോവാണ്. അപ്പം നമ്മൾ താ, ഇത്ത, ദ, ഇദ്ധ അല്ലെ, ഘോഷത്തിൻ്റെ ധായാണ് വരുന്നത്. അപ്പോൾ നോക്കി അങ്ങനെ വരുന്നത് ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ആദ്യം അഗാധം, ആധിരതി. ഈ ആധിരതി എന്നുള്ളത് നമുക്ക് എങ്ങനെയൊക്കെ തരാം? ഇപ്പോൾ ആദി, ഈദി, ഈ ദാ തന്നിട്ട് തരാറുണ്ട്, ആദിരതി എന്ന് തരാറുണ്ട്. ഇതൊക്കെ തെറ്റാണ്, കറക്റ്റ് ആയിട്ടുള്ളത് ഇതാണ് ആദിരതി. പിന്നെ അപരാധി, അബ്ദി, അധപ്പതനം, അധീനം, അപരാധം, അപരാധി, അപരാധം. പിന്നെയോ അവദാനം, അവദാനം, അധമം, അധിപതി, അധമം, അധിപതി, അധ്യാപകൻ, അധ്യാപകൻ നമുക്ക് ഇതും ഉപയോഗിക്കാം. പിന്നെയോ അധ്യാപകൻ അല്ലേ, ഇങ്ങനെയും പറയാം കേട്ടോ, അധ്യാപകൻ. അസാധു, അധിക്ഷേപം, അധിക്ഷേപം. പിന്നെ ഏതാണ്? കലാധരൻ, കലാധരൻ, അശ്വമേധം, അശ്വമേധം, അവധൂതൻ. അവധൂതൻ എപ്പോഴും ചോദിക്കുമ്പോൾ നമുക്ക് തരുന്നത് ഇങ്ങനെയാണ്, ദൂതൻ എന്ന് തരും, ദൂതൻ എന്നുള്ളത് തരും. പക്ഷെ കറക്റ്റായിട്ട് നമ്മൾ ഈ ദൂതൻ, അതായത് ഈ അവധൂതൻ എന്ന് പറയുന്നത് സന്യാസിയാണ്, സന്യാസിയാണ് കേട്ടോ. അവധൂതൻ എന്ന് പറയുന്നത് ആരാണ്? സന്യാസി. അപ്പം ഇതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഈ ദൂതൻ തരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇതിലേക്ക് പോകും, പക്ഷെ ഇതല്ല കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കണം, അവധൂതൻ. പിന്നെയോ പ്രാരബ്ധം, പ്രാരബ്ധം, അവധൂതൻ, പ്രാരബ്ധം എന്നാണ് കേട്ടോ, പ്രാരബ്ധം, 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 പ്രാരബ്ധമല്ല, പ്രാരബ്ധം. പിന്നെ രുധിരം, രുധിരം, രുധിരം. ഓക്കെ, അപ്പോൾ ഇത്രയും ഈ സെറ്റിൽ ഏതൊക്കെ വന്നിട്ടുണ്ട് ഒന്നും കൂടി നോക്കാം. ഈ സെറ്റിലുള്ളത് അഗാധം, ആധിരതി, അപരാധി, അബ്ദി, അധപതനം, അധീനം, അപരാധം, അവദാനം, അധമം, അധിപതി, അധ്യാപകൻ, അസാധു, അധിക്ഷേപം, കലാധരൻ, അശ്വമേധം, അവധൂതൻ, പ്രാരബ്ധം, രുധിരം. അപ്പം സാധാരണ രീതിയിൽ നമ്മൾ പദശുദ്ധി പഠിക്കുമ്പോൾ ഇപ്പോൾ തെറ്റ് ഏതാണ്, അല്ലെങ്കിൽ ഒരു വാക്ക് പഠിക്കുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ തെറ്റായ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ പഠിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തെറ്റിലേക്ക്, അതായത് നമ്മൾ 2-3 തവണ ഇങ്ങനെയാണ് നമ്മൾ ചോദിക്കാറുള്ളത് എന്ന് പറഞ്ഞാൽ ആ തെറ്റുകൾ പറഞ്ഞ് കൂടുതൽ പറയുമ്പോൾ നമ്മൾ അതിലേക്ക് മാത്രം ചിലപ്പോൾ ഫോക്കസ് ആയി പോകും. ശരി, നമ്മൾ അത്രയും പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു മെത്തേഡിൽ പഠിക്കാൻ വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പറ്റുന്നവർ ഈ ഒരു മെത്തേഡ്, നിങ്ങൾക്ക് ഏത് മെത്തേഡാണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത് ആ ഒരു മെത്തേഡിൽ തന്നെ പദശുദ്ധി പഠിക്കാൻ
പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ എപ്പോഴും എഴുതി പഠിക്കുക. പദശുദ്ധി എപ്പോഴും എന്ത് ചെയ്യുക, എഴുതി പഠിക്കാനും ശ്രദ്ധിക്കുക. അപ്പം ഈ നമ്മൾ ക്ലാസ്സിൽ ചെയ്യുന്ന എല്ലാം വേണമെങ്കിൽ ഒരു ബുക്കിലേക്ക് എഴുതുക. എന്നിട്ട് വേറെ ആരെങ്കിലും കൊണ്ട്, വീട്ടിൽ ആരാണോ ഉള്ളത് അദ്ദേഹത്തെ കൊണ്ട് ഒന്ന് വായിപ്പിക്കുകയോ, ഇപ്പം അമ്മയാണെങ്കിൽ അല്ലെങ്കിൽ അമ്മയെ കൊണ്ടൊന്ന് പറയുകയൊക്കെ ഇടയിൽ നിന്നൊക്കെ ചോദ്യം ചോദിക്കുക, എഴുതാനൊക്കെ പറയുക. അപ്പം എന്നിട്ട് സ്പെല്ലിംഗ് ടെസ്റ്റ് എന്ന രീതിയിൽ എന്നിട്ട് നമുക്ക് ഇത് എഴുതി നോക്കാവുന്നതുമാണ്. ഇനി നമ്മൾ അടുത്ത ഒരു സെറ്റ് വാക്കുകളിലേക്കാണ് പോകുന്നത്. ഇപ്പം അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഒരു വാക്ക് എടുക്കുമ്പോൾ ആ വാക്ക് വേണമെങ്കിൽ പല രീതിയിൽ നമുക്കത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്ന രീതിയിൽ വരെ. ഇപ്പോൾ ഒന്നാമത്തെ തന്നെ നോക്കി, ഇത് അതിവൃഷ്ടി എന്നാണ് കേട്ടോ, അതിവൃഷ്ടി എന്നാണ്. അപ്പോൾ PSCക്ക് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഓപ്ഷൻ തരാം. എങ്ങനെയൊക്കെ തരാം? അതിവൃഷ്ടി അല്ലേ, പിന്നെയോ അതിവൃഷ്ടി, ഇങ്ങനെയൊക്കെ ഓപ്ഷൻ തരാം. അപ്പോൾ ഒരു വാക്ക് നമ്മൾ എഴുതി പഠിക്കുമ്പോൾ ഇതിൽ എല്ലാം, ഇപ്പം ദി എന്നുള്ളത്, ഷ്ടി എന്നുള്ളത് എല്ലാം നമ്മൾ കറക്റ്റായിട്ട് നോക്കണം. അപ്പം ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത്, ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഷ്ട. ഈ ഷ്ട വരുന്ന വാക്കുകൾ ഏതൊക്കെയാണ്? ഈ ഷ്ടായും ഈ ഷ്ട ഇത് രണ്ടും തമ്മിലുള്ള ആ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കിൽ നമ്മൾ ഇതാണ് ഇന്ന് നോക്കാൻ പോകുന്നത് കേട്ടോ. ആദ്യത്തേത് ഏതാണ്? അതിവൃഷ്ടി. പിന്നെ അഷ്ടകലശം, അഷ്ടചൂർണം. അതിവൃഷ്ടി, അഷ്ടകലശം, അഷ്ടചൂർണം. പിന്നെ ഉച്ഛിഷ്ടം നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലേ, ഇച്ഛ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ് ഉച്ഛിഷ്ടം. അപ്പോൾ ഇത് നോക്കി, ഇഷ്ടം വരുന്നുണ്ട്, ഉച്ഛിഷ്ടം. പിന്നെ ഉപവിഷ്ടൻ, ചേഷ്ട, ഉപവിഷ്ടൻ, ചേഷ്ട. നികൃഷ്ടം, നികൃഷ്ടം, ഭ്രഷ്ട് എങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്? ഭ്രഷ്ടിന് ഇത് തരാറുണ്ട്, ഇങ്ങനെ തരാറുണ്ട്, ഭ്രഷ്ട് അല്ലേ, ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഭ്രഷ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ കറക്റ്റ് ആയിട്ടുള്ളത് നോക്കി പഠിക്കാം. ഭ്രഷ്ട്. പിന്നെ ഏതാണ്? യഥേഷ്ടം, വൃഷ്ടി, ദൃഷ്ടാന്തം, ദൃഷ്ടദ്യുമ്നൻ. നോക്കിയേ, ഏതൊക്കെ ദായ വരുന്നത്? ദൃഷ്ട അല്ലേ, ദൃഷ്ടദ്യുമ്നൻ. ഒരു ശക്തിയുള്ളത് ആ ഒരു രീതിയിലാണ് കേട്ടോ ദൃഷ്ട എന്ന് പറയുന്നത്. പിന്നെയോ സാഷ്ടാംഗം, സ്രഷ്ടാവ്, സൃഷ്ടി. സ്രഷ്ടാവും എപ്പോഴും ഇഷ്ട മാത്രമല്ല ഇങ്ങനെയും ചോദിക്കാറുണ്ട്. സ്രഷ്ടാവ് ഇങ്ങനെ നമുക്ക് തരും. അപ്പം ഇത് തെറ്റാണ്, കറക്റ്റ് ആയിട്ടുള്ളത് ഇതാണ് സ്രഷ്ടാവ്. ഒന്നും കൂടി നോക്കി, ഏതാണ് വരുന്നതെന്ന്? അതിവൃഷ്ടി, അഷ്ടകലശം, അഷ്ടചൂർണം, ഉച്ഛിഷ്ടം, ഉപവിഷ്ടൻ, ചേഷ്ട, നികൃഷ്ടം, ഭ്രഷ്ട്, യഥേഷ്ടം, വൃഷ്ടി, ദൃഷ്ടാന്തം, ദൃഷ്ടദ്യുമ്നൻ, സാഷ്ടാംഗം, സൃഷ്ടാവ്, സൃഷ്ടി. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു മോഡൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇനി പദശുദ്ധിയൊന്നും എന്താണ് സാധാരണ നമ്മൾ പഠിക്കുന്ന പോലെ പഠിച്ചിട്ട് ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇങ്ങനെ ഒന്ന് എഴുതി പഠിച്ച് നോക്കാൻ ശ്രദ്ധിക്കുക. ഓരോരോ പാർട്ടായിട്ട് എഴുതി പഠിക്കുക. എഴുതി പഠിക്കുന്നത് എല്ലാം ഒരുമിച്ച് തന്നെ നിങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുക എന്തെങ്കിലും ചെയ്തിട്ട് ഈ ക്ലാസ്സിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ഒരു കേട്ടുകൊണ്ടെന്നെങ്കിൽ എഴുതി നോക്കുക. എന്തായാലും ടെസ്റ്റ് ചെയ്യണം. നമ്മൾ എപ്പോഴും പദശുദ്ധി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ടെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മൾ യൂസ് ചെയ്തിരുന്ന ചില വാക്കുകളൊക്കെ അതേ രീതിയിൽ തന്നെ ആയിപ്പോകും. പക്ഷെ ശരിയായിട്ടുള്ളതാണ് എപ്പോഴും PSCക്ക് ആവശ്യമല്ലേ. അപ്പോൾ എപ്പോഴും നിങ്ങൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, എപ്പോഴും ടെസ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുക. പദശുദ്ധിയായി റിലേറ്റ് ചെയ്ത് വെറുതെ വോയിസ് വയ്ക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ട് ഓരോന്ന് പറയിക്കുകയോ അങ്ങനെയൊക്കെ എഴുതി പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്